ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാനപ്പോൾ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 1 month ഹെയർ ഗ്രോത്ത് ചാലഞ്ചാണ്. ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. 1 monthനുള്ളിൽ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ഹെയറിന് ഗ്രോത്ത് ചെയ്യിക്കാം. അതായത് ഇപ്പോൾ ഒരു സമ്മറല്ലേ, സമ്മറിലാണ് ഹെയർ നന്നായിട്ട് വളരുക. വിൻ്ററിലൊക്കെ ഹെയറിൻ്റെ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും. സമ്മർ തുടങ്ങുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി ഹെയറിനെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ നല്ല സ്ട്രോങ് ആൻഡ് ലോങ് ഹെയർ ആക്കി എടുക്കാൻ പറ്റും. അതുകൂടാണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കുറച്ച് മടിയുള്ളവർക്കും പിന്നെ സമയം ഒട്ടില്ലാത്തവർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം, മറക്കരുത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലാണ് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പിന്നെ വീക്കിലി ഓരോ മാസ്ക് വെച്ചിട്ട് 4 വീക്കിൽ 4 മാസ്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഹെയർ ഓയിലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരാഴ്ച ഇത് ഫോളോ ചെയ്യാം. എന്നിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ പറഞ്ഞു തരാം ഏത് മാസ്കാണ് ഇടേണ്ടതെന്നുള്ളത്. നമ്മൾ ഡെയിലി ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതിന് എൻ്റെ അനുഭവത്തിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഹെയറിൽ അഴുക്കൊക്കെ ഇരുന്നിട്ട് താരനൊക്കെ കൂടുന്നതിനേക്കാൾ നല്ലത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണ്. സ്കാൾപ്പും ഹെയറും നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കുന്നതാണ്. ഹെയർ നല്ല സ്ട്രോങ് ആവാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പെട്ടെന്ന് വളരാനും ഒക്കെ ഏറ്റവും നല്ലത്. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. പ്രോട്ടീൻസും മിനറൽസും ഒക്കെ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഡയറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. നട്ട്സ്, മുട്ട, പാല്, പഴങ്ങൾ, പിന്നെ ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് മുടിയിലും സ്കാൾപ്പിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയറിൽ എഫക്റ്റീവായിട്ടുണ്ടാകും. അത് നമ്മൾ ഓയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലിംഗ്. സാധാരണ ഒരു ഓയിലിന് പകരമായിട്ട് നമ്മൾ 2 എണ്ണം മിക്സ് ചെയ്ത് പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. 2 എണ്ണോ 3 എണ്ണോ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓയിൽസ് മിക്സ് ചെയ്ത് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം കോക്കനട്ട് ബട്ടർ എടുക്കാം. കോക്കനട്ട് ബട്ടറിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ ആയാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാൻഡ്രഫിനും ഇത് വളരെ നല്ലതാണ്. ഇത് ഹെയർ നല്ല ഷൈനായിട്ടും സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ പൊട്ടിപ്പോകുന്നത്, സ്പ്ലിറ്റ് എൻഡ്സിനൊക്കെ ഇത് വളരെ നല്ലതാണ്. മുടി നല്ല നീളം വയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആദ്യം എടുക്കാം. അതിലേക്ക് നമുക്ക് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ആവണക്കെണ്ണ. ഇത് നല്ലൊരു കണ്ടീഷണറാണ്. പിന്നെ ഹെയർ ഗ്രോത്തിന് ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് സ്കാൾപ്പിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നു. ഹെയർ നല്ല തിക്കായി സോഫ്റ്റായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലാവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെയർ നല്ല നീളം വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് ഒലിവ് ഓയിൽ എടുക്കാം. ഇത് ഡാമേജ്ഡ് ഹെയറിനെ റിപ്പയർ ചെയ്യാനും സ്കാൾപ്പിലെ എല്ലാ പ്രോബ്ലംസിനും ഇതൊരു പരിഹാരമാണ്. ഇനി നമുക്ക് അലോവേര ജെൽ എടുക്കാം. പതാഞ്ജലിയുടെ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ജെല്ലായാലും എടുക്കാം, കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് ഇവിയോണിൻ്റെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അലോവേര ജെല്ലിൽ ധാരാളം പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ഉണ്ട്. അത് നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സെൽസിനെ ഒക്കെ റിപ്പയർ ചെയ്യാനും ഡാൻഡ്രഫിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആവാനും ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ഹെയർ നീളം വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ ഇയിൽ അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കൽ കണ്ടൻറ്റ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ pH ലെവൽ നമ്മളുടെ ഹെയറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന സെബം പ്രൊഡക്ഷനൊക്കെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെയർ നല്ല നാരിഷ് ചെയ്യാനും ഹെൽത്തി സ്കാൽപ്പ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്കിത് ഹെയറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഓയിലിടുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ ഓയിലിടുന്ന വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോട്ട് ഓയിൽ മസാജിൻ്റെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി കാണാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹെയറിലും സ്കാൽപ്പിലും തേച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ കുറച്ച് മസാജ് ചെയ്താൽ മതിയാവും.
എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കുളിക്കാം. അപ്പോൾ ഇത്രയാണ്. ഇതുപോലെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ എന്നും ഇടാൻ താല്പര്യമില്ലാത്തവർ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഡെയിലി ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 ദിവസം മാത്രം ആഴ്ചയിൽ ആലോവേരയും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ആഡ് ചെയ്താൽ മതി. അല്ലാത്ത ദിവസം ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതുപോലെ ഓയിൽ ഇട്ടതിന് ശേഷം നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും താളിപ്പൊടിയോ പയറുപൊടിയോ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. മാക്സിമം ഷാമ്പു ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളൊരു രീതി ആക്കുക. പിന്നെ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഓയിലൊക്കെ ഇട്ട് തല ആകെ എണ്ണമയായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ കുറച്ച് ഓയിൽ എടുത്താൽ മതി. അപ്പം അധികം അങ്ങനെ എണ്ണമയായിട്ടിരിക്കില്ല. ഓയിൽ പുരട്ടിയിട്ട് ഒരു 15 to 30 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്ത് പിന്നെ ഈ ഒരാഴ്ചയിൽ 3 ദിവസമായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അലോവേര ജെല്ലും കൂടി ഇതിൽ ആഡ് ചെയ്യുക. 3 ദിവസം മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരാഴ്ചയായിട്ടുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണം. പക്ഷെ എൻ്റെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഡാൻഡ്രഫിൻ്റെ റെമഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കടുക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഫുള്ള് പോവുകയും ചെയ്തു. ഇപ്പം ഈ ഒരു ഓയിലും കൂടി ചെയ്തു തുടങ്ങിയപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഫുള്ള് പോയി. പിന്നെ നല്ല ക്ലീനായിട്ട് ഓയിൽനെസ് ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് സ്കാൾപ്പ്. ഇങ്ങനെ ചെയ്തു തുടങ്ങിയ പിന്നെ എക്സസ് ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച ഇതുപോലെ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മെയിൽ അയച്ച് ചോദിച്ചോളൂ, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോണേ മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നല്ല നല്ല വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് കോൺഫിഡൻസിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.